അമ്മാടം സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് ഓണച്ചന്ത ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ PR വർഗീസ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അത്താണ്. പണ്ട് കവി പാടിയിട്ടുള്ളത് തന്നെ, അത്തമാണത്തമാണ് ദിനത്തിൽ അത്തലിംഗാലയം വിട്ടുപോകണം, 10 നാളെ അവർക്കും ചിത്തധാരിയിൽ മുത്തമണിയിക്കുന്നൊരോണം. മലയാളിയെ സംബന്ധിച്ച് ഇതിൽ പരം ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നല്ല കാര്യങ്ങൾ വേറെ പറയാനില്ല. അങ്ങനെയുള്ള ഈ ഉത്സവാവസരങ്ങൾ നാട്ടിലെ ചില പിന്തിരിപ്പന്മാർ അല്ലെങ്കിൽ ഈ വ്യാപാര രംഗത്ത് ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ആളുകൾ വലിയ കരിഞ്ചന്തയ്ക്കും ചൂഷണത്തിനൊക്കെ തന്നെ ശ്രമിക്കുമ്പോൾ അത് തടയിട്ടുകൊണ്ട് സാധാരണക്കാർക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ മാന്യമായ വിലയ്ക്ക് മിതമായ വിലയ്ക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഒരു പരിഷ്കൃത ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, എന്നൊക്കെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ ഈ രംഗത്ത് ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണ്. നമ്മുടെ സിവിൽ സപ്ലൈ സംവിധാനം, ആളുകൾ കുറേ ആക്ഷേപമൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാന്യമായ തോതിൽ ഇത് മാർക്കറ്റിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ നമ്മെ ലാഭമല്ല, സർവീസാണ് നമ്മുടെ സംഘം. ഒരു പക്ഷേ കുറേ പൈസ നമുക്ക് നഷ്ടം വരും, എന്നാലും രാജ്യത്തെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. കേവലം വില കുറവ് മാത്രമല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽസ് നോക്കുകയത്, ഭക്ഷ്യവിഭവങ്ങൾ, ഇത്ര വൃത്തിയുള്ള അതിമനോഹരമായ ഭക്ഷ്യത്തിന് വേണ്ട സാധനം നമുക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മളെ ഗ്രീൻ പീസ്, ഏതൊരു സാധനത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ വൃത്തിയും വെടുപ്പുള്ള ഒരു വക മാലിന്യങ്ങളില്ല, വളരെ ഒന്നാന്തരം വിഭവങ്ങളാണ്. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്, കേരളത്തിൽ മാത്രമാണ്. വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത് അധ്യക്ഷനായി. ഓണം കാണാൻ വിറ്റ് ഉണ്ണാതിരിക്കാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ വില കുറച്ച് പലവ്യഞ്ജന സാധനങ്ങൾ കൊടുക്കണമെന്ന തീരുമാനപ്രകാരം ഇന്ന് ജില്ലയിലെ തന്നെ 156ഓളം വരുന്ന സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ വലിയ സൂപ്പർ മാർക്കറ്റ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് വലിയ ഇടപെടലാണ് വിപണിയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 17 ഇനം സാധനങ്ങളാണ് അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന് കൺസ്യൂമർ ഫെഡ് വഴി നൽകിയിരിക്കുന്നത്. 750 കിറ്റ് ഓരോ സംഘങ്ങളും നൽകണമെന്നാണ് സഹകരണ വകുപ്പിൻ്റെ തീരുമാനം. അപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ 2 ബാങ്കുകളുണ്ട്, നമ്മൾക്കറിയാം 3-4-5 റേഷൻ കടകളുണ്ട്, അതുപോലെ തന്നെ മാവേലി സ്റ്റോറുണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന അളവിനേക്കാൾ കൂടുതൽ റേഷൻ കടയിലായാലും മാവേലി സ്റ്റോറിലായാലും കിട്ടുന്ന അളവിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഈ ഓണം വിപണിയിൽ ഇടപെടുന്നത്. സെക്രട്ടറി MK വിലാസ്, ഭരണസമിതി അംഗങ്ങളായ CP സുധീരൻ, VV സാജൻ, ബോജൻ കാരണത്ത്, EA ഷാബിർ, വനജ രാജൻ, ഡെന്ന ഡേവിസ്, സുസ്മി സലീഷ് എന്നിവർ സംസാരിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ കിറ്റ് ഓണച്ചന്തയിൽ ലഭിക്കും. പൊതുവിപണിയിൽ 1850 മുതൽ 1900 രൂപ വരെ വില വരുന്ന കിറ്റ് 1424 രൂപയ്ക്കാണ് സഹകരണ ബാങ്ക് ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യുന്നത്.